അപ്പം ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ ഇത്രയും കോണ്ടന്റ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. കാരണം കോണ്ടന്റ് എന്ന് പറയുന്നത് ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഏകദേശം 2000-ലധികം വീഡിയോസ് ഇതിനകത്തുണ്ട്, ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള ഈ സിലബസിനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള. അപ്പം അത്രയും ചെയ്ത് തീർക്കാനായിട്ട് അത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റവന്യൂ ഉണ്ടായിരുന്നു, ഒരു ഇൻകം ഉണ്ടായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയത്, ഒരു പാഷനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആക്കണം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമുക്കറിയാം ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നേരത്തെ അറിയാം. പക്ഷേ ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് സ്ട്രഗിൾ, അത് സ്ട്രഗിളാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എൻ്റെ പാർട്ട്ണർ, എൻ്റെ കമ്പാനിയൻ, എൻ്റെ വൈഫ് അരുണിമ എന്നാണ് പേര്. അപ്പം അരുണിമയുടെ ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫിനാൻഷ്യലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതേപോലെ ഇമോഷണലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആളാണ്. നമ്മൾ വീണ് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലല്ലേ അല്ലേ? പല സമയത്തും വീണ് ചാഞ്ഞു പോകും, പക്ഷേ ആളുള്ളത് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ പേരൻസ് ആയാലും, പേരൻസിന് ചിലപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും പേടിച്ചു. കാരണം അവർക്കാർക്കും അത് ഡൈജസ്റ്റ് ആവില്ല. എല്ലാവരും ഞാനും സിവിൽ സർവീസ് ആവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ, എനിക്ക് ആവാൻ പറ്റിയില്ല. അപ്പം ആ ഒരു വിഷമം അവർക്ക് എന്തായാലും ഉണ്ട്. അപ്പം അവൻ എന്തോ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷെ എന്താണ് എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണ എല്ലാവരും പേടിയുണ്ട്. ഇപ്പോഴും അവർക്ക് പേടിയുണ്ട് എൻ്റെ കാര്യത്തിൽ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനാണ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, മോനു എന്നാണ് പേര്. അളിയൻ എന്നെ എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റും എന്ന് എനിക്കുള്ളൊരു വിശ്വാസമുള്ളൊരു ആളാണ് അളിയൻ. പിന്നീട് സുഹൃത്തുക്കൾ. കാരണം ഇങ്ങനൊരു സംഭവം തുടങ്ങിയപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫണ്ടിങ് ആണ്. അപ്പം ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐഡിയ പ്ലേസ് ചെയ്തപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.